കഥ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ പണി നടക്കൂല. അപ്പോൾ അതുകൊണ്ട് എഴുതി നോക്കാന്നുള്ള രീതിയിൽ തുടങ്ങി. അമ്മിപ്പിള്ള കഴിഞ്ഞാൽ നല്ലൊരു ബോണ്ടായി. അപ്പോൾ നമ്മൾ എന്തും ഷെയർ ചെയ്യും, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. എന്നോട് പറഞ്ഞു ഓക്കെ ചിത്രം ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട്, ഞാൻ എഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 8 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ബാഹുബലി എഴുതിയൊരു 45 സീനൊക്കെ എത്തിയിട്ട് 45ാമത്തെ സീനിലാണ് നമുക്ക് പുതിയൊരു എന്തെങ്കിലും ഒരു തോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കൊണ്ടുപോകാം അല്ലേ എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രീമോണിഷൻ അല്ലെങ്കിൽ ഒരു ക്യൂ എന്തെങ്കിലും ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഏതെങ്കിലും 1-2 സീനുകൾ സൂചിപ്പിച്ചാൽ നന്നായിരിക്കുന്നൊക്കെ ഉണ്ട്. കുറേ സ്ക്രിപ്റ്റ് നമ്മളിങ്ങനെ വായിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ഒരു സാധനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ. ഈവൻ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ പോലും ഫൈനൽ എഡിറ്റ് ചെയ്യുമ്പോൾ ആകെ ഒരു സീനായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒന്നാമത് ഇപ്പോഴും ഇതിങ്ങനെ ഭയങ്കര പഴുതടച്ചാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഉറപ്പായിട്ട് ലോജിക്കൽ ഫ്ലോകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഹലോ ദിജത്, ഹലോ ബാഹുൽ. ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ്. അതിഗംഭീരമായ സിനിമയായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. സിനിമ കണ്ടിറങ്ങിയ ഒരു 10-15 മിനിറ്റ് തന്നെ ആ ഒരു സിനിമയുടെ എഫക്റ്റിൽ ഭയങ്കര ഷേക്കണായിട്ട് ഇരുന്നു പോയി. സോ കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്? നല്ല സംതൃപ്തിയോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതെ. ഈ ഒരു കഥ ഇപ്പം 8 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ പൂർത്തിയാക്കിയെന്ന് കേട്ടു. അതും ഭയങ്കര ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ്. അത് ഇത്രയും പഴുതടച്ചൊരു സ്ക്രിപ്റ്റ്. പക്ഷേ ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ട്രിഗർ പോയിന്റ് ഇപ്പോൾ ഇതിൻ്റെ അപ്പുപിള്ള എന്ന് പറയുന്ന ക്യാരക്ടറാണോ, അദ്ദേഹത്തിൻ്റെ ഒരു പെക്യുലിയാരിറ്റി ആണോ, അതോ ഇതിലൊരു ഗണ്ണിൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട്. പിന്നെയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, നമ്മൾ സ്പോയിലർ ആവുന്നതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ ഏത് പോയിന്റിൽ നിന്ന് വേണം കഥ നമുക്ക് ആലോചിച്ച് തുടങ്ങാം ഒരു റൈറ്റർക്ക്. പക്ഷേ ഏതാണ് ബാഹുലിന് ആദ്യം ട്രിഗർ ആയത്? അപ്പുപിള്ള എന്ന് പറയുന്ന ക്യാരക്ടർ, അയാളുടെ ഈ സോ കോൾഡ് പെക്യൂലിയർ നേച്ചർ, അത് കാരണം അയാൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ജേണി എന്നുള്ളതായിരുന്നു ഒരു ഐഡിയ. അപ്പുപിള്ള എന്ന് പറഞ്ഞ പേര് പോലും ആ സമയത്തില്ല. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷെ സ്റ്റോറി ആയിട്ട് ആലോചിക്കണം, ഡയറക്ട്ലി ടൈപ്പ് ചെയ്ത് തുടങ്ങാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. കഥ മനസ്സിൽ ഫോം ചെയ്തിട്ട് തുടങ്ങിയതല്ല. ഇല്ല. കഥ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ പണി നടക്കൂല. അപ്പോൾ അതുകൊണ്ട് എഴുതി നോക്കാന്നുള്ള രീതിയിൽ തുടങ്ങി. ഈ പറഞ്ഞ ഗൺ പരിപാടികളൊക്കെ എഴുതി തുടങ്ങണ മൊമെന്റിൽ ഉണ്ടാകുന്നതാണ്. അതിനൊരു 2-3 വീക്സ് മുന്നേ കണ്ട് ഞാനും അച്ഛനും കൂടി വെറുതെ നടത്തിയൊരു കാഷ്വൽ കോൺവെർസേഷൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ സോ കോൾഡ് എലക്ഷൻ പരിപാടികൾ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രപതി പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോഴൊക്കെ ഈ രീതിയിലുള്ളൊരു ഡെപ്പോസിറ്റ് സമ്പ്രദായം ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അപ്പോഴാണ്. എനിക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എൻ്റെ അറിവില്ലായ്മ രോഗപരിചയക്കുറവും കൊണ്ട് എനിക്കതൊന്ന് പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് ആണല്ലേ, സന്തോഷം. ഞാൻ മാത്രം ഒറ്റയ്ക്കായില്ല. അപ്പൊ അത് തന്നെ. അപ്പൊ ഞാൻ തന്നെ എഴുതും. അപ്പൊ എന്നെ പോലെയുള്ള കുറച്ച് പേരും കൂടെ എങ്കിലും ഉണ്ടാവുമായിരിക്കും എന്നുള്ള രീതിയിലാണ് അത് വെച്ചിട്ട് തുടങ്ങാന്ന് വിചാരിക്കണേ. അപ്പോഴത് ഏത് രീതിയിലാണ് പ്ലോട്ടുമായിട്ട് ബന്ധപ്പെടാൻ പോകുന്നതെന്നുള്ള ആ സമയത്ത് ആലോചിക്കുന്നില്ല. പ്ലോട്ട് എന്താണെന്ന് പോലും മനസ്സിലായില്ല. ഇല്ല, പ്ലോട്ട് സ്റ്റോറി ലൈൻ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഓപ്പൺ കാർഡ് എടുത്തിടുക എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുക. വെറുതെ ഓപ്പൺ കാർഡ് എടുത്തിടുക, എന്നിട്ട് ബാക്കി എഴുതി പോവുക, എന്നിട്ട് പ്ലോട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി പോകെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഈ സാധനങ്ങൾ എടുത്ത് കളഞ്ഞാൽ ഡിലീറ്റ് ചെയ്താൽ മതിയല്ലോ. നമ്മളല്ല അറിയുന്നുള്ളൂ, വേറെ ആർക്കും വായിക്കാൻ കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ട് ചുമ്മാ പോകുന്നതാണ്. യെസ്. നിങ്ങളുടെ ഒരു അസോസിയേഷൻ, ഇപ്പോൾ ആദ്യത്തെ സിനിമയും ബാഹുബലിയാണ് ഷൂട്ട് ചെയ്തത്, നിങ്ങളുടെ അസോസിയേഷൻ എങ്ങനെയാണ് തുടങ്ങിയത്? അതല്ല, അമ്മിണിപ്പിള്ള അതിൽ പരിചയപ്പെട്ടതാണ്. അമ്മിണിപ്പിള്ളയ്ക്ക് ഒരു DOP ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയ DOP എന്നുള്ള എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് ഒരു സിംഗ് എന്നുള്ള ഏത് ഡയറക്ടറും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ തേടി അപ്പോഴാണ് എനിക്ക് നമ്മുടെ ഗ്രേസ് വില്ല എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, ബിനോയ് രവീന്ദ്രൻ ഇവരുടെ കസിനാണ്, ബാബുവിൻ്റെ കസിൻ. അപ്പോൾ ഇവർ കൂട്ടായ്മയോട് ചെയ്ത് അതന്ന് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ അത് കണ്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, നോക്കി ഇതാണ്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഓക്കെ ഇത് നമ്മളെ അറിയുന്ന ഒരാളാണ് ബാഹുൽ. അങ്ങനെയാണ് ബാഹുൽ എന്നുള്ള ആളുമായിട്ട് പരിചയം. പിന്നെ അമ്മിണിപ്പിള്ള കഴിഞ്ഞാൽ നല്ലൊരു ബോണ്ടായി. അപ്പോൾ നമ്മൾ എന്തും ഷെയർ ചെയ്യും, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അങ്ങനെ അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി. ഇപ്പോൾ കിഷ്കിന്താണ്ട് വന്ന സമയത്തും ഫസ്റ്റ് അച്ഛനും എല്ലാം വായിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞു. അതിന് ശേഷം എനിക്ക് ഒന്ന് വായിക്കാൻ തന്നു. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. പിന്നെയാണ് ഒരു ദിവസം ഈ കോവിഡിൻ്റെ സമയത്താണ്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ബാഹുൽ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു തോട്ടുണ്ട്, നമുക്ക് ഈ സമയത്ത് ഒരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്താൽ നല്ല, അങ്ങനെ ഒരു തോട്ടിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ ചിത്രം ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട്, ഞാൻ എഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 8 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ
ബാഹുബലി എത്തിയത്. അപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചു, ഓക്കെ ഇതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നു. അപ്പോൾ അഭിപ്രായം പറയുന്നതേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഇത് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫസ്റ്റ് ഫീലിംഗ് അത് എന്താ പറയുക, കുറേ സ്ക്രിപ്റ്റ് നമ്മളിങ്ങനെ വായിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ഒരു സാധനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് അപ്പം തന്നെ തോന്നും. ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി ഒരു സ്ക്രിപ്റ്റ്, അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ജാതകം മനസ്സിലാവുന്ന എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറ്. അപ്പോൾ ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിക്കാവണം. ഓക്കെ ഇത് അപ്പം തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഓക്കെ ഇത് ഞാൻ എന്തായാലും ചെയ്യും. പിന്നെ എനിക്ക് ഇവനോട് എന്തായാലും പറയണം, പോലെ ഇത് ഞാൻ ചെയ്യുന്നു എന്താണ്. അതെ, ഏതെങ്കിലും ഘട്ടത്തിൽ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പം ഞാൻ പറഞ്ഞു, പോലെ ഇത് ഞാൻ ചെയ്യുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് നോക്കാം. അപ്പം പിന്നെ ബാക്കിയുള്ളതെല്ലാം പിന്നെ നിങ്ങൾ തമ്മിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പം എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് വായിക്കുന്നത് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പിന്നീടുള്ള ഡെവലപ്മെന്റ്സ് സ്ക്രിപ്റ്റിൽ വീണ്ടും പണിയെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, അതോ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ഡ്രാഫ്റ്റിൽ നിന്ന്? അല്ല, ഇത് ഒരു 90% ലൈക്ക് ടോട്ടലി ഒരു ഡീറ്റെയിൽ സ്ക്രിപ്റ്റാണ് എനിക്ക് വായിക്കാൻ തന്നത്. അപ്പോൾ അതിലെനിക്ക് മാറ്റാനൊന്നും എനിക്ക് ഒന്നും തോന്നിയില്ല ആ സമയത്ത് നമ്മൾ. പിന്നെ നമ്മൾ അതിൽ ഡിസ്കഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഈവൻ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ പോലും ഫൈനൽ എഡിറ്റ് ചെയ്യുമ്പോൾ ആകെ ഒരു സീനായിട്ടാണ് കട്ട് ചെയ്തത്, മനസ്സിലായില്ലേ. അപ്പം ബാക്കിയുള്ള ട്രിമ്മിങ് ആയിരുന്നു, ചെറിയ ചെറിയ ട്രിമ്മിങ്, കുറച്ചും കൂടി ഇവൻ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ് എല്ലാം എഴുതുക. ഡിസ്ക്രിപ്ഷൻ ആയാലും ഡയലോഗ്സ് ആയാലും കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതും. അപ്പോൾ അതിൻ്റെ എല്ലാം കുറച്ച് ട്രിമ്മിങ് പോർഷൻസ് ഉണ്ടാവും. ലൈക്ക് നമുക്ക് ഇത്രയും ആവശ്യമില്ല, മെയിൻ കാര്യം നമ്മൾ പറഞ്ഞു പോയിട്ട് പിന്നെയും നമ്മൾ ആവശ്യമില്ലാതെ നീട്ടി വിളിക്കേണ്ടെന്ന്, അപ്പോഴാണ് ഈ ലാഗിങ് എല്ലാം വരുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് പ്രോസസ്സ് ഈ പ്രീ പ്രൊഡക്ഷൻ ലെവലിൽ നടന്നിട്ടുണ്ട്. അത് നല്ലൊരു ടീമായിരുന്നു നമുക്ക്. അപ്പോൾ അതുമാത്രമല്ല, സൂരജ് നമ്മുടെ എഡിറ്ററും ഇതിൽ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ ട്രിമ്മിങ് പോർഷനിൽ വന്നു. അങ്ങനെ അവിടെ ഒരു പ്രോസസ്സ് നടന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോപ്പർലി ഒരു ട്രിംഡ് വേർഷൻ ഓഫ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ എഡിറ്റിങ്ങിൽ വന്നപ്പോഴും അത്ര കൂടുതലായിട്ട് നമുക്ക് പല സീൻസ് ഇത് വേണ്ട അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ അതിൽ കുറച്ച് പ്ലേ നടന്നിട്ടുണ്ട് ലാസ്റ്റ് ടൈമിൽ, ട്രിമ്മിങ് മീൻസ് എഡിറ്റിംഗ് ഇതിൽ ലാസ്റ്റ് ഏരിയാസെല്ലാം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. അതല്ലാതെ വലിയ ഇത് മാറ്റിയില്ല. ഇപ്പോൾ ബാഹുലിനെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് സ്ക്രീൻ പ്ലേസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കും അതേ അഭിപ്രായം. ഇത് വളരെ ഇങ്ങനൊരു അപ്രോച്ചാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. കാരണം എഴുതി തുടങ്ങിയിട്ട് കഥയില്ലാണ്ട് എഴുതി തുടങ്ങി ഡെവലപ്പായി വന്ന സ്ക്രിപ്റ്റാണെന്ന് പറയുമ്പോൾ, പക്ഷേ ഇതിലെല്ലാം വളരെ പഴുതടച്ച രീതിയിലാണ് ഇതിൻ്റെ കഥയുടെ പോക്കും. അതേപോലെ തന്നെ അതിൻ്റെ സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഇപ്പം ഒരാളുടെ ബ്രദറാണെന്ന് അറിയുന്നതൊക്കെ നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് ആ സിനിമയുടെ ഫ്ലോയിലൂടെയാണ് നമ്മൾ അറിയുന്നത്. അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് ഈ ഒരു എഴുത്തിൽ? അത് ഇങ്ങനെ എഴുതി പോകും, പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതും. കാരണം നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് വന്ന് ഇങ്ങനെയുള്ള രീതിയിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താൻ സാധിക്കും. ഇങ്ങനെ എഴുതി പോകുമ്പോൾ അതെങ്ങനെയാണ്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അല്ല, ഒന്ന് ഈ പറഞ്ഞ പോലെ ഇത് ഒരുപാട് ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബേർഡനാണ്. അത് മേ ബി എനിക്ക് എൻ്റെ ബ്രെയിൻ എഫിഷ്യൻസിയുടെ ഒരു കുറവും ഇവിടെ ഇത്രയും സ്റ്റോറിയുടെ കപ്പാസിറ്റിയുടെ കുറവുള്ളത് കൊണ്ട് ആലോചിക്കുന്നത് ചിലപ്പോൾ ഒരു മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടാക്കും തോന്നി. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും നല്ലത് എഴുതി പോകുമ്പോൾ, അപ്പോൾ വെച്ചാൽ ഇവിടെയുള്ള ആലോചന ഇല്ല, ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ആലോചന മാത്രമാണ്. ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ അത് അപ്പോൾ അതിൽ എറർ തോന്നിക്കഴിഞ്ഞാൽ നേരെ ബാക്ക് സ്പേസ് അടിച്ചാൽ റിട്ടേൺ വരുമല്ലോ. ഈ പറഞ്ഞ പോലെയാണ്. പിന്നെ ഈ പറഞ്ഞൊരു കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് അത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എഴുതിയൊരു 45 സീനൊക്കെ എത്തിയിട്ട് 45ാമത്തെ സീനിലാണ് നമുക്ക് പുതിയൊരു എന്തെങ്കിലും ഒരു തോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കൊണ്ടുപോകാം അല്ലേ എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രീമോണിഷൻ അല്ലെങ്കിൽ ഒരു ക്യൂ എന്തെങ്കിലും ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഏതെങ്കിലും 1-2 സീനുകൾ സൂചിപ്പിച്ചാൽ നന്നായിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതപ്പം തന്നെ നേരെ പോയിട്ട് അതിന് പറ്റിയ ഏതാ 2 സീൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ അത് ചെറിയ രീതിയിൽ കുറിച്ചിടും, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ നിഴൽകൾ രവി സാറിന് അമൃതലാൽ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ ആ സീൻ എഴുതി കഴിഞ്ഞിട്ടാണ് അയാൾ ഫസ്റ്റ് ടൈം ഇൻ ദ സ്ക്രിപ്റ്റ് അപ്പിയർ ചെയ്യുന്ന സീൻ അതാണ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇയാളൊന്ന് ജസ്റ്റ് ഒന്ന് റെഫറൻസ് എങ്കിലും ഫസ്റ്റ് ഹാഫിൽ എവിടെയെങ്കിലും വേണമെന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് ഹാഫിൽ പോയിട്ട് 1-2 സ്ഥലങ്ങളിൽ അയാളുടെ ഫോട്ടോ ഫ്രെയിമിൽ അയാളെ കാണിക്കുക എന്നുള്ള രീതിയിൽ ഡിസ്ക്രിപ്ഷൻ മെൻഷൻ ചെയ്തിട്ടു. പിന്നെ ടുവേർഡ്സ് ഇൻ്റർവെൽ അപർണ റീകളക്ട് ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ ഒരു ആർമി ഫ്രണ്ട് വന്ന ദിവസം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു 20 സെക്കൻഡ് മൊണ്ടാഷിൽ പുള്ളി ഒന്ന് ലൈവായിട്ട് കാണിക്കുകയും ചെയ്യും, അച്ഛനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന നല്ല രീതിയിൽ. അപ്പോൾ ഈ രീതിയിലുള്ള ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഈ രീതിയിൽ ബാക്ക് ആൻഡ് ഫോർത്ത് പരിപാടി ആ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ തന്നെ ചെയ്തുകൊണ്ടേ പോയിക്കൊണ്ടുണ്ടായിരുന്നു.
പക്ഷേ അതേപോലെ തന്നെ ഈ ലോജിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാ റൈറ്റേഴ്സും ഒരു മിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു ത്രില്ലറോ എഴുതുമ്പോൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലോജിക്ക് ക്ലോസ് ചെയ്യാന്നുള്ളത്. എങ്ങനെയൊക്കെ പോയാലും നമ്മുടെ ഓഡിയൻസ് ഭയങ്കര സ്മാർട്ടാണ്, എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും ഇവൻ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ തൽക്കാലം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അതും ഇതേപോലെ ബാക്ക് ആൻഡ് ഫോർത്ത് ആയിരുന്നു അതോ? അല്ല, ഒന്നാമത് ഇപ്പോഴും ഇതിങ്ങനെ ഭയങ്കര പഴുതടച്ചാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഉറപ്പായിട്ട് ലോജിക്കൽ ഫ്ലോകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഞാൻ ഈ പെർഫെക്ഷന് വേണ്ടി ഡെസ്പറേറ്റ് ആയിരുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും ഇതിൽ നിന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കണം, അത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് മാത്രമേ ഇത് മുന്നോട്ട് പോകാവൂ. അങ്ങനെ ശാഠ്യം പിടിച്ചില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒബ്വിയസ്ലി നമ്മുടെ കണ്ണിപ്പെടുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പോവുക. പിന്നെ ഈ പറഞ്ഞവർ നമ്മൾ കൂട്ടായ ഡിസ്കഷൻസിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കഴമ്പുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക. ഷൂട്ടിംഗ് സമയത്ത് ആർട്ടിസ്റ്റുകൾ അവർ ചിലപ്പോൾ ചില സജഷൻസ് പറയും, അത് നല്ലതാണെന്ന് തോന്നി. എന്തായാലും ഇതൊക്കെ പ്രൊഡക്റ്റിന് നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അതൊക്കെ സ്വീകരിക്കുക. ഈവൺ എഡിറ്റ് ഒന്നും വേണ്ട, ഇപ്പോൾ എഡിറ്റിലും എല്ലാം ഓരോ റൈറ്റിങ്ങിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് സ്റ്റേജ് തന്നെയാണല്ലോ എഡിറ്റിംഗ് ആയാലും. ഇവനിൻ്റെ ലാസ്റ്റ് ബിറ്റ് ഓഫ് റൈറ്റിംഗ് ഫൈനൽ മിക്സിൽ പോലും നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓഡിയോ മിക്സിൽ ഏതോ 1-2 ഡയലോഗൊക്കെ ഓഡിയോ ഞാൻ ഇവിടെ വിഷ്ണു സുജാതൻ്റെ അടുത്ത് ഈ ഡയലോഗ് ഇല്ലാത്തായിരിക്കും നല്ലതെന്ന് തോന്നിട്ട് 1-2 ഡയലോഗ് മ്യൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു നമുക്ക് പറ്റാവുന്നിടത്തോളം അത് ചെയ്തുകൊണ്ടിരിക്കുക. പെർഫെക്ഷൻ എന്നുള്ളത് ഒരു ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ മനസ്സിലിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ വരില്ല. പെർഫെക്റ്റ് ആക്കിയാലേ മടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ മനസ്സമാനത്തിന് വേണ്ടിയിട്ടാണല്ലോ പണിയെടുക്കണത്, അത് ആസ്വദിക്കാനും പറ്റണം. അപ്പോൾ ആ രീതിയിൽ നെർവസ്നെസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അത് നോക്കിയിട്ടേ ഇല്ല. ഇനി ഇറങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മളതിൻ്റെ ഇത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി പലരും ചൂണ്ടിക്കാട്ടുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴമ്പുണ്ടോ എന്നൊക്കെ ആലോചിക്കുക, അതിൻ്റെ സാധ്യതകൾ ആലോചിക്കുക, അത് പറ്റാവുന്നതൊക്കെ സ്വീകരിക്കുക. എന്നിട്ട് അടുത്ത ഇനി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അതൊക്കെ കൂടെ ശ്രദ്ധിക്കുക. അടുത്ത വർക്കിലും അത് ഒരിക്കലും പെർഫെക്റ്റ് ആവാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിൽ കിട്ടാത്ത സാധനം, പാളിപ്പോകുന്ന സാധനങ്ങൾ അടുത്തതിൽ ശരിയാക്കുക. യെസ്. അപ്പോൾ ഇതിൻ്റെ ഒരു വേൾഡ് ബിൽഡിങ്, രഞ്ജിത്തിൻ്റെ ഈ സ്ക്രിപ്റ്റ് എത്തിയപ്പോൾ ഇതിൻ്റെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ആ വീടും ആ ഒരു ഫോറസ്റ്റും ഇത് എത്രത്തോളം ഒരു ചലഞ്ചായിരുന്നു? ഈ മങ്കീസും എല്ലാവരും കൂടെ ഒരു പ്രത്യേകതരം ലോകത്തേക്കാണല്ലോ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പൂൺ ഫീഡിങ്ങും ഇല്ല, വളരെ ഗ്രാജുവലായിട്ടാണ് നമ്മൾ അപർണയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഓഡിയൻസും അതിലേക്ക് എത്തുന്നത്. എങ്ങനെയായിരുന്നു, എത്രത്തോളം ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിരുന്നു ഇതിൻ്റെ വേൾഡ് ബിൽഡിങ്? അല്ല, എസ്പെഷ്യലി ഈ അതല്ലേ സ്ക്രിപ്റ്റ് എല്ലാം ഡീറ്റെയിലിംഗ് ആയിരുന്നു. അത് ആ ഒരു കാരണം കൊണ്ട് നമ്മളെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പെർഫെക്റ്റ്ലി നമുക്ക് ഈ സ്ക്രിപ്റ്റിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് അത് കിട്ടുക എന്നുള്ള ഒരു ചാലഞ്ചായിരുന്നു. അതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ വീടാണ്. വീട് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ നമുക്ക് പക്ക ആ വീട് കിട്ടുക, ആ വീട് കിട്ടാനായിട്ടുള്ള ഒരു അലച്ചിലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കേരളം മുഴുവനായിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ വീടായാൽ കൂടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരിസരം വേണം. ഇങ്ങനത്തെ നമ്മൾ പറയുന്ന പോലെ ഇതൊരു ഫോറസ്റ്റിൻ്റെ അടുത്ത്, റിസർവ് ഫോറസ്റ്റിൻ്റെ അടുത്തുള്ളൊരു വീട് എന്നുള്ള തോന്നിക്കത്ത വിധത്തിലുള്ള ഒരു പ്രിമൈസസ് ആയിരിക്കണം. അതിൻ്റെ ഇപ്പോൾ ട്രീസ് ആണെങ്കിൽ കൂടെ കുറച്ച് നല്ല വലിയ വലിയ തടിയുള്ള ട്രീസ് ആയിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പല വീടുകളും കാണുമ്പോൾ തെങ്ങെല്ലാം ഉണ്ടാവും, തെങ്ങ് കവുങ്ങ്. അപ്പോൾ അത് റബ്ബറെല്ലാം ഉള്ള സ്ഥലങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൊക്കേഷൻ മാനേജേഴ്സ് ഫസ്റ്റ് ഫോട്ടോസ് അയച്ചവർക്കും നമ്മൾ പറയുകയെന്ന് പറഞ്ഞാൽ ഓക്കെ ഒന്നെല്ലാം ആ വീട് കാണിക്കും, വീട് നന്നായിരിക്കും, ഓക്കെ ആ വീട് നല്ല ലുക്കുള്ള ക്യാരക്ടർ ഉണ്ട്. ബാക്കി പുറകോട്ട് കാണിക്കുന്നു പറയുമ്പോൾ ടോട്ടലി ഇപ്പുറത്തുണ്ടാവും വീടുകളുണ്ടാവും, മരങ്ങളിലും തെങ്ങ് അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയും അയ്യോ ഇത് പറ്റില്ല എന്ന് പറയും. അങ്ങനെ അത് ഒരു വലിയൊരു ലോങ് പ്രോസസ്സായിരുന്നു. ലാസ്റ്റ് നമുക്ക് കാസർഗോഡ് ഒരു വീട് കിട്ടി. എല്ലാ രീതിയിലും നമുക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ അത് ലാസ്റ്റ് ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഓണർ തരില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് ഇങ്ങനെ വെള്ളിനേഴി എന്ന് പറഞ്ഞ നമ്മുടെ ചെറുപ്പളശ്ശേരിൻ്റെ അടുത്തുള്ള ഒരു മന എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു തായ് വഴിയായിട്ടുള്ള വേറൊരു വീടെന്ന് അത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ഇത് ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, അത് വരാന്തയുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടിണങ്ങിയ ഒരു സ്ഥലമായിരുന്നു. അതിനുശേഷം ഈ പരിസരമെല്ലാം നോക്കിയിട്ടുണ്ട്, മരങ്ങളിലും നല്ല രീതിയിലുള്ള നമുക്ക് ആവശ്യം പറ്റി. അത് എൻ്റെ ടെറൈൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്ലോപ്പായിരുന്നു, സ്റ്റെപ്സ് എല്ലാം ഇങ്ങനെ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പം തന്നെ നമ്മൾ ഓക്കെ ഫൈൻ ഇത് തന്നെയാണ്. പിന്നെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു മൂവി ഓൾറെഡി കമ്മിറ്റഡ് ആയിരുന്നു ആ ലൊക്കേഷനിൽ. അപ്പോൾ നമുക്കാകെ കിട്ടിയത് 20 ഡേയ്സാണ്. ഈ 20 ഡേയ്സിൽ നമ്മൾ ഷൂട്ട് തീർക്കണം, അത് വലിയൊരു ചാലഞ്ച്. ഇങ്ങനെയുള്ള ഓരോ ചാലഞ്ചും ഇതിലായിട്ടാണ്. പക്ഷേ ഓൾ ടുഗദർ നമുക്കത് പ്രോപ്പറായിട്ടുള്ള സ്ഥലം ഈ വീട് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ധൈര്യമായി എന്ന് പറഞ്ഞാൽ ഒരു 80% ഓഫ് ദ ഷൂട്ട് അവിടെ തന്നെയായിരുന്നു. പിന്നെയുള്ളത് നമുക്ക് ധോണി ഫോറസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ.
അതാണ് പറയുന്നത്, എനിക്ക് തോന്നുന്നു പല ഭാഗ്യങ്ങളും നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ കാസർഗോഡ് വീട് നമ്മൾ സെലക്ട് ചെയ്ത് അയാൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ചലഞ്ച് അത് തന്നെയായിരുന്നു. അത് കിട്ടുക, പിന്നെ ആ പ്രിമൈസസ് ഈസി ആയിരുന്നു എന്ന് പറയാം. നമുക്ക് കുറേയൊക്കെ നമുക്ക് പല ഏരിയാസും നമുക്ക് ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു റൈറ്റർ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത്? വളരെ അപൂർവമായിട്ട്. അതെ, വളരെ അപൂർവം. കാരണം ഓൾറെഡി ബാഹുലിന് ഒരു വിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും വിഷൻ അത് രണ്ടും ചേരുന്ന ഒരു ഇടം ആണ് ആക്ച്വലി അതിൻ്റെ ഒരു ബ്യൂട്ടി നടക്കുന്നത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും രീതിയിൽ അത് ഡൈവേർട്ടഡ് ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ പാളിച്ച പറ്റും. അപ്പോൾ നമ്മുടെ ആ സിങ്ക് ഭയങ്കര സെയിം ലൈനിലാണ്. അത് വർക്കൗട്ടായി എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ബ്യൂട്ടി തന്നെ, USP എന്ന് പറയാം. എന്നാൽ അതാണ് പല ഡയറക്ടേഴ്സിനും പാളിച്ച പറ്റുന്നത് അവിടെയാണ്. എന്താ പറയുക, സിനിമാറ്റോഗ്രാഫർ കുറച്ച് രീതിയിൽ എന്തെങ്കിലും അയാളുടെ ചിന്ത വേറെ രീതിയിലാണ്, അയാൾ കൺസീവ് ചെയ്ത് വേറെ രീതിയിലാണെങ്കിൽ അവിടെ അതിൻ്റെ കറക്റ്റ് ഒരു പ്രൊപ്പോർഷന് പോയിട്ടുണ്ടാവില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ റൈറ്ററും ആയതുകൊണ്ട് ബാഹുല് കാണുന്നത് ഓക്കെ, എന്തെങ്കിലും എൻ്റെ അടുക്കുന്ന ചെറിയ എറേഴ്സ് വന്നിട്ടുണ്ട്, ബാഹുലിന് പറയാം ദിഞ്ചത്തിട്ട് അത് കുറച്ച് ഇങ്ങനെ ആയിരിക്കാം ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ, ഐ എം ഓക്കെ ഫോർ ദാറ്റ്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് മാറ്റിയിട്ടെടുക്കാം. അങ്ങനത്തെ എല്ലാം അതൊരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അല്ല, തർക്കങ്ങൾ അത് ഒബ്വിയസ്ലി അത് ചില സമയം നമുക്കെല്ലാം ഒരു അയ്യോ പക്ഷേ അത് അൾട്ടിമേറ്റ്ലി നമുക്ക് ഇത് ഫൈനൽ പ്രോഡക്റ്റ് നല്ലത് ആവണം എന്നുള്ള ചിന്ത. ഇപ്പം ഞാനത് ഭയങ്കര ഈഗോ ആയിട്ട് എടുത്ത് അതിനെ അതിവൻ പറഞ്ഞത് എനിക്കത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെയാണ് ഒരു ട്രിഗർ വരും. പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി. ബാഹുലിന്റെ ഇതുവരെയുള്ള ജേർണി എങ്ങനെയാണ്? ഇപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫറായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ഉള്ളിലൊരു റൈറ്റർ ഉണ്ടെന്ന് ഈ ഒരു പ്രോസസ്സിലൂടെ ഐഡന്റിഫൈ ചെയ്യണോ, അത് ആദ്യം മുതലേ ഒരു റൈറ്റിങ്ങിനോടൊരു താല്പര്യം പണ്ട് മുതലേ ഉണ്ടായിരുന്നു? റൈറ്റിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഈ ഷോർട്ട് സ്റ്റോറി കോമ്പറ്റീഷനൊക്കെ ഉണ്ടല്ലോ, യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ, അന്നൊക്കെ അതിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ കോളേജിലൊക്കെ എത്തിയപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് ഡിഗ്രി പഠിച്ചത്. അപ്പോഴൊക്കെ ഈ ഷോർട്ട് ഫിലിംസ് അന്ന് ഈ എൻ്റെ സീനിയേഴ്സ് ആയിരുന്നു വിഷ്ണു ശർമ്മ ആൻഡ് സുദീപ് വൾമണൊക്കെ. എൻ്റെ ഇമ്മീഡിയറ്റ് സീനിയർ ആയിരുന്നു സുദീപേട്ടൻ, നെക്സ്റ്റ് വിഷ്ണുവേട്ടൻ, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനവിടെ ജോയിൻ ചെയ്തുകൊണ്ട് എന്നെ ഇവരുടെ കൂട്ടത്തിലോട്ട് അങ്ങോട്ട് കൂട്ടി. ഇവരപ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ കോളേജിലത്തെ അറിയുന്ന സെലിബ്രിറ്റീസാണ്, സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സാണ് അവർ, ഫിൽം മേക്കേഴ്സ് രീതിയിൽ. അപ്പോൾ അവരുടെ സിനിമാ സങ്കല്പങ്ങളിൽ അവർ ഷോർട്ട് ഫിലിം ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ എഴുത്ത് പണികൾക്ക് എന്നെ കൂട്ടാറുണ്ട്. അപ്പോൾ അന്നേ അതിലോടൊക്കെ താല്പര്യമുണ്ട്. പിന്നെ കോളേജൊക്കെ കഴിഞ്ഞ് ആക്ച്വൽ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇതുകൊണ്ട് മാത്രം ചിലപ്പം പോകാൻ പറ്റില്ലായിരിക്കും. കാരണം ഇത് എപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കണം എന്നിട്ടല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ളൊരു ഒരു ജോബ് ആദ്യം റൈറ്റിംഗ് പിന്നീട് ആണ് ശരിയാ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സിനിമാറ്റോഗ്രഫിയിലേക്ക് വന്നു. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തു, എപ്പോഴെങ്കിലും എല്ലാം ഒത്തുവരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് അങ്ങനെ ഒരു വിദൂര മോഹമായിട്ട് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ പിന്നെ സമയം കിട്ടിയപ്പോൾ ആ സമയത്തൊന്ന് ശ്രമിച്ചു നോക്കിയത്. ഇതാണ് അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു ഫീച്ചർ ലെങ്ത്? ഇതിന് മുന്നേ എഴുതിയിട്ടുണ്ട്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു സ്പേസിലായിരിക്കും. ഇത് ഒരു മിസ്റ്ററി ആണോ, അങ്ങനെ വേറെ ജോണറാണോ, എന്താണ്? ത്രില്ലർ തന്നെയാണ്. ത്രില്ലറിൻ്റെ വേറൊരു ഐറ്ററേഷൻ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് ഈ ഫസ്റ്റ് ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ അതേ പറഞ്ഞാൽ ആ ഒരു സമയത്ത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്, നിർബന്ധമായിട്ട് ആ സമയത്ത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻഡ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയിരുന്നു അത് നമ്മളന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റ് ഏകദേശം ഓൺ ആക്കിയതുമായിരുന്നു, ആർട്ടിസ്റ്റ് പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയം അത് ഏകദേശം തുടങ്ങാൻ പോകുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴേക്ക് ലോക്ക്ഡൗണിൻ്റെ റെസ്ട്രിക്ഷൻസ് നീങ്ങിയിട്ട് ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊജക്റ്റ് അങ്ങോട്ട് കിക്ക് ഓൺ ആയി, ജിസേട്ടൻ്റെ പടത്തിൻ്റെ. അപ്പോൾ ഞാൻ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാനതിൽ പോയി. പിന്നെ ഒരു 4-5 മാസം അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അതിലോട്ടായി. അപ്പം ഇത് ഓക്കെ, ഇനി എന്നാൽ പിന്നെ ഇത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അതിലോട്ട് തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ എനിക്ക് അതിലും പോകാൻ പറ്റാത്ത ഇതായതുകൊണ്ട് അത് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു. അതിന് ഇന്നലെ വരെയുടെ ഷൂട്ട് തുടങ്ങിയിട്ടൊരു 1 വീക്ക് 10 ഡേയ്സ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡ് ലോക്ക്ഡൗൺ വരുന്നത്. ആ സെക്കൻഡ് ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്താണ് ഇത് കിഷ്കിന്ധകാണ്ഡം എഴുതി നോക്കി. അന്ന് ഇതിൻ്റെ ടൈറ്റിലൊന്നും ഇല്ല കേട്ടോ. എഴുതി നോക്കിയിട്ട് അത് വായിക്കാൻ കൊടുത്ത് ദിഞ്ചേട്ടന് ഇഷ്ടപ്പെട്ടു. ദിഞ്ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇത് നമുക്ക് ആദ്യം ചെയ്യാടാം, അത് നമുക്ക് അവിടെ വയ്ക്കാം, പിന്നെ അതിനും ചെയ്യാം, ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് അങ്ങനെ വന്നു. യെസ്.
ഇപ്പോൾ ഓണത്തിന് ഇങ്ങനൊരു സിനിമ എന്ന് പറയുന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. കാരണം ഓണം സാധാരണ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന കോമഡി പടങ്ങളും അല്ലെങ്കിൽ മാസ് സിനിമകളും ഒക്കെ ആയിട്ടാണ്. ഇതും ഇറങ്ങുന്ന സമയത്ത് അപ്പുറത്ത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫാൻറ്റസി സിനിമയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കൺസേൺ ഉണ്ടാവുമല്ലോ, ഇങ്ങനൊരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു മിസ്റ്ററി സബ്ജക്റ്റാണ്. അത് ഇറങ്ങി ഇങ്ങനെ സക്സസ്ഫുൾ ആവുക പറയുന്നത് ഭയങ്കര ഒരു വേറെ തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഓണമാണ് നിങ്ങളുടെ റിലീസ് എന്ന് പറയുന്നപ്പോൾ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടായിരുന്നു? അതോ എന്തായിരുന്നു ഒരു മനസ്സിൽ തോന്നിയത്? ഓണത്തിനാണ് ഇറക്കുന്നതെന്ന് ജോബിച്ചേട്ടൻ പറഞ്ഞ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഹാപ്പി ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഭാഗ്യല്ലേ, ഓണത്തിനല്ലേ നമ്മളെ പടം. കാരണം ഇത് ജാനുവരിയിൽ ഇറങ്ങേണ്ട പടമായിരുന്നു. അപ്പോൾ തലവൻ കുറച്ച് ഡിലേ ആയി. അപ്പോൾ തലവൻ വന്ന ശേഷം ലെവൽ ക്രോസ് വന്നു. അപ്പോൾ അതിൻ്റെ അടിയിലെ ലെവൽ ക്രോസിനും പറ്റി. പിന്നെ ലെവൽ ക്രോസ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിലേ ആയിട്ടാണ് വെച്ചാൽ. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ടോക്കെല്ലാം ഉണ്ടായി, ഓണത്തിന് ഇറക്കണോ, ഇത് അതിന് ശേഷം ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഇറക്കണോ എന്നുള്ള ഒരു ടോക്കലാണ്. പക്ഷേ ജോബിച്ചേട്ടൻ്റെ ഒരു കോളായിരുന്നു. ജോബിച്ചേട്ടൻ പറഞ്ഞു ഇത് നമ്മൾ ഓണത്തിന് ഇറക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഓക്കെ, നമുക്കുള്ള എനിക്ക് സത്യം നല്ല സന്തോഷമായിരുന്നു. ഓക്കെ ഓണത്തിന് ഇറക്കുക. പക്ഷേ ഇത് പറയുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ സമയത്ത് ഇറക്കുക എന്നുള്ളത് എന്നോട് ചോദിച്ച്. അങ്ങനെ കുറേ ആൾക്കാർ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഈവൻ തിയേറ്റേഴ്സ് ഓണേഴ്സ് എല്ലാം എന്നോട് വിളിച്ചിട്ട്, വിജിത്ത് നിങ്ങളെ അമ്മണിപ്പുള്ള നിങ്ങൾക്കറിയാം ഒരു അവസ്ഥ വന്നെല്ലാം നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് നല്ല പടം എന്നുള്ള ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, അത് ചോദിച്ചിട്ടുണ്ടെന്ന് പറയണം എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട്, അത് നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. എന്താ പറഞ്ഞാൽ നമ്മളെ ആദ്യം മുതലേ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ട് ആൾക്കാരെല്ലാം അവർക്കൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഓക്കെ നല്ലൊരു പടമാണെന്നുള്ളത്. പക്ഷേ അപ്പം എനിക്ക് കുറച്ച് ചെറിയൊരു ടെൻഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചേട്ടാ ഇത് ഓണത്തിൻ്റെ അല്ലേ, അത് പ്രശ്നമൊന്നുണ്ട്, നീ ഇരിക്കും മോനെ, ഒരു ടെൻഷൻ ഉണ്ടെന്ന് നമുക്ക് ഇറക്കാമെന്ന്. അപ്പോൾ മൂപ്പര് ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. ആ കോൺഫിഡൻ്റ് ആണ് പിന്നെ നമ്മൾ ഓണത്തിന് ഇറക്കിയതും. പിന്നെ ഒബ്വിയസ്ലി അതൊരു ഇപ്പോൾ ഒരു ഓണത്തിനും ഇങ്ങനെയൊക്കെ പടം ഇറക്കുക എന്നുള്ള ഒരു സാധനം വന്നു. ഇനി ആൾക്കാർ പുതിയ ചരിത്രമായി. ഇപ്പം ആസിഫ്, നമുക്ക് എല്ലാവർക്കും അറിയാം ആസിഫ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നടനാണ്. എല്ലാവർക്കും ആസിഫിനെ ഇഷ്ടമാണ്. പക്ഷെ ആസിഫിന് ഒരു ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ സക്സസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ മാസീവ് ബ്ലോക്ക് ബസ്റ്ററും അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളൊക്കെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ആസിഫ് വളരെയധികം ഡിസേർവ് ചെയ്യുന്നതുമാണ്. ഈ സിനിമയിലൂടെയാണ് ഫൈനലി അത് ആസിഫ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം ആസിഫിന് വളരെ നല്ലൊരു വർഷം കൂടിയാണ്. ആസിഫിന്റെ ഇൻവോൾവ്, ആസിഫിന്റെ കൂടെയാണ് ദിൻജിത്തിന്റെ ആദ്യത്തെ സിനിമയും ബാഹുൽ എല്ലാ സിനിമയും ആസിഫിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസിഫിന്റെ കൂടെയുള്ള വർക്കിംഗ് എക്സ്പീരിയൻസും ആസിഫിന്റെ കോൺട്രിബ്യൂഷൻസും എന്തൊക്കെയായിരുന്നു രണ്ടുപേർക്കും പറയാം. മണിപ്പിള്ളയിൽ തന്നെ ആസിഫിന്റെ ടാലന്റ് ശരിക്കും കണ്ടത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടാലന്റുള്ള ആളാണ്. പക്ഷേ എന്തോ കാരണം കൊണ്ട് പ്രോപ്പർലി ചില മൂവീസിൽ അയാൾക്കത് ശോഭിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അപ്പോഴേ എനിക്ക് ഒരു തോന്നേ നല്ലൊരു സംഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആസിഫ് വേറെ ലെവലാവും എന്നുള്ളത് നമുക്ക് നല്ല ധാരണയുണ്ട്. പിന്നെ കറക്റ്റായിട്ട് ബാഹുലി ഇങ്ങനെ ഒരു സംഭവം എഴുതിയപ്പോൾ തന്നെ ഓക്കെ, ഇത് അതിൻ്റെ നല്ല മെച്യൂർഡായിട്ടുള്ള ക്യാരക്ടർ കണ്ടപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓക്കെ ഇത് ആസിഫിനോട് സംസാരിച്ചാൽ ഷുവറായിട്ട് അത് ഓക്കെ ആവും. എന്താ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണല്ലോ. അപ്പോൾ രണ്ടുപേരും സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള പല ഏരിയാസും ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ബ്യൂട്ടി അത്രയും നല്ല അങ്ങനത്തെ ഏരിയാസ് എല്ലാം ഹാൻഡിൽ ചെയ്ത വിധമാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ആൾക്കെല്ലാം അങ്ങനെ പെട്ടെന്ന് ഈ ജനറേഷനിൽ നമുക്ക് ഇപ്പൊ മമ്മൂക്കയൊക്കെ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആസിഫ് കരയുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ എഫക്ട് ചെയ്യുന്നു. ഇതിലെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ട്. പല പടങ്ങളിലും ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രമേ ഉണ്ടാവും. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഓൾ ടുഗദർ അത് എടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്കി. ചെറിയ പാളിച്ച മതി, ടോട്ടലി അങ്ങ് പാളിപ്പോകുന്ന സബ്ജക്റ്റാണ്. അത് ആസിഫ് അത്രയും കോൺഫിഡൻ്റ് ചെയ്തത് നമുക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആളുകൾക്കും എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമാണ് ആസിഫ് ആഗ്രഹിക്കുന്നുണ്ട്. ആസിഫ് ഡിസേർവ്ഡ് ആണ് ആക്ച്വലി. അവരവരുടെ ഫാമിലിയിലത്തെ ഒരു മെമ്പർ. ബാഹുൽ എങ്ങനെയാണ് ആസിഫായിട്ടുള്ള ഒരു ലോങ് ജേർണി ആണല്ലോ? അതെ, പറഞ്ഞ പോലെ ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞ പോലെ തന്നെയാണ്. ആ ഷോർട്ട് ഫിലിം ഗ്രീസില്ല എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പോസ്റ്റർ ലോഞ്ച് കാണിച്ചല്ലേ, ഈ സിനിമയിൽ വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് എല്ലാ സിനിമയിലും ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുത്ത് പരിപാടിക്ക് എഴുതുമ്പോഴും മനസ്സിൽ ആസിഫ് വന്നിരുന്നോ അതോ അത് കഴിഞ്ഞിട്ടാണോ ആ ഒരു കോൾ? അത് കഴിഞ്ഞിട്ടാണ്. എഴുതുമ്പോൾ ആരെയും കോൺഷ്യസ്ലി ആലോചിക്കാണ്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ കാസ്റ്റിംഗ് ആര് എങ്ങനെയൊക്കെ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് ആസിക്കയുടെ ഇത് മനസ്സിലേക്ക് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിലത്തെ ഈ ഇമോഷൻസ് സാധനങ്ങളൊക്കെ ആസിക്ക സ്ക്രീനിൽ ഇമോട്ട് ചെയ്ത് കാണുന്നത് പ്രേക്ഷകർക്ക് നല്ല ഇഷ്ടമാണെന്ന് എപ്പോഴും തോന്നാറുണ്ട്. പുള്ളിയുടെ ഇമോഷൻസ് അവരവരുടെ സ്വന്തം ഇമോഷനായിട്ടോ അല്ലെങ്കിൽ അവരവരുടെ ഫാമിലിയുള്ള ഒരു മെമ്പറിൻ്റെ ഇമോഷൻസ് ആയിട്ടോ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഇങ്ങനെ പലയിടത്തുനിന്നും ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്, നമുക്കും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുകൂടിയാണ് ആസിക്ക കറക്റ്റായിരിക്കും തോന്നിയത്. യെസ്. പിന്നെ ഈ സോഫ്റ്റ് ഗൈ, നൈസ് പേഴ്സൺ ടു ബി വിത്ത്, അല്ലെങ്കിൽ കംഫർട്ടബിൾ പേഴ്സൺ ടു ബി വിത്ത് എന്ന് പറഞ്ഞൊരു ഫീൽ വേണം. സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കണം, എന്നാൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, റിഫൈൻഡ് ആയിരിക്കണം, ചോയ്സ് ഓഫ് വേർഡ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഗ്രേസ് ഉണ്ടാവണം. സ്റ്റിൽ അയാൾ റിസർവ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അയാൾക്കൊരു ഗ്രേസ് വേണം. ഒരു അയാളുടെ കാലത്ത് അല്ലെങ്കിൽ ഇഫ് എവറിത്തിങ് അറൗണ്ട് വാസ് പെർഫെക്റ്റ്, അയാളൊരു അസാമാന്യ ഗ്രേസ് ഉള്ള ഒരാളായിരിക്കും എന്നുള്ള രീതിയിൽ കൂടെ തോന്നിപ്പിക്കാൻ പറ്റുന്നൊരു പ്രകൃതം വേണം എന്നുള്ളതുണ്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ കറക്റ്റ് ആസിക്ക തന്നെയാണ് നമുക്ക് മനസ്സിൽ സെറ്റായി വന്നത്. പിന്നെ ഈ പറഞ്ഞ കംഫർട്ട് പരിപാടികൾ ആസിക്ക നമ്മളോട് നിൽക്കുന്ന, ആസിക്ക അടുത്ത് കഥ പറയാനൊക്കെ പോയപ്പോഴേ ആസിക്ക ഷൂട്ടും കഴിഞ്ഞ് രാത്രി 11 മണിക്കാണ് കഥ കേൾക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പോലും ആ ടൈം കൺസ്ട്രെയിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ അറിയിക്കാതെ, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ പറഞ്ഞ് തീർക്കാവോ, എനിക്ക് രാവിലെ ഷൂട്ടിന് പോകാനുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞത് എത്ര സമയം വേണമെങ്കിലും എടുത്തോ, നീ നിനക്ക് കംഫർട്ടബിളായ രീതിയിൽ നരേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് 11 മണി തൊട്ട് 1:30 വരെയാണ് നമ്മൾ ഈ നരേഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു അത് വലിയൊരു കാര്യമല്ലേ. എന്താ പറയുക, അല്ല ആസിൻ്റെ ചില ഗുണങ്ങൾ ഞാൻ ഇതും കൂടി പറയാൻ പറഞ്ഞാൽ, നമ്മൾ ഈ അമ്മിണിപ്പിള്ളേൻ്റെ മുന്നേ ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഒരു പ്രോജക്റ്റ് പിച്ച് ചെയ്തു, ആസിഫിന് ഇഷ്ടമായി. പക്ഷേ അത് ഒരു ഘട്ടം വരെ മൂപ്പർക്ക് എന്തോന്നും അറിയില്ല, നമ്മളോട് ധൈര്യം ഉണ്ടാവില്ല. ഞാനൊരു അസിസ്റ്റൻ്റൊന്നും ആവാത്ത ഒരാളാണ്. അപ്പോൾ പക്ഷേ എന്നാൽ കൂടെ ഒരു ഘട്ടത്തിൽ നമ്മൾ അമ്മിണിപ്പിള്ളേൻ്റെ ഒരു തോട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞിട്ട് അതിൽ മൂപ്പര് ഓക്കെ പറഞ്ഞു. ഇതിന് ശേഷം ഇതിന് മുന്നേ ഉള്ള സമയത്തെല്ലാം നമ്മൾ ഓരോ സെറ്റിലും പോയിട്ട് അസുവിൻ്റെ മുന്നിൽ നിൽക്കും. മുന്നിൽ നിന്ന് അപ്പോൾ മൂപ്പര് കാണുക, വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്ന വിധമുണ്ടല്ലോ, അതല്ല അയാൾക്കറിയാം നമ്മളിൽ എന്തോ ഉണ്ട്, ഓക്കെ സംതിങ് ഇസ് ദർ എന്നുള്ള മൂപ്പർക്കറിയാം. ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല, അത് ഭയങ്കര ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അത് എനിക്കറിയില്ല, വേറെ ഞാൻ കുറച്ച് പേരുടെയൊക്കെ കഥ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേങ്കിൽ അത് ഭയങ്കര ആസിഫിൻ്റെ അടുക്കുന്ന എനിക്ക് ആ ഒരു മാമത്ത് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഒരു അത് എപ്പോഴും ഉണ്ട്. അത് എനിക്കൊന്ന് പുതിയ ഡയറക്ടേഴ്സിനും അത് അതേപോലെ തന്നെ ആയിരിക്കാം. ആ ഒരു മൈൻഡ് ഭയങ്കര. ആദ്യം പേര് പറയുന്നത് ശരിക്കും എൻ്റെ അച്ഛനാണ്. ഇൻസ്പയർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഗോഡ് ഫാദറിൽ നമ്മൾ സാറ് എവിടെ വക്കീലേ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്ന് എനിക്കറിയാം, ഇല്ലാത്തവനെ ഞാൻ പിന്നെ വിളിക്കുമോ. അതന്നെ കുട്ടൻ്റെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിരുന്നു അതിലും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാരക്ടർ സ്കെച്ചസ് കുട്ടൻ്റെ ഓരോ സമയം നമ്മളോട് ഈ വായിച്ചതിന് ശേഷം കുട്ടന് എങ്ങനെയാണ് അപ്പിയറൻസ് എന്നുള്ള ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഈ സീൻ ആദ്യം എഴുതിയപ്പോൾ അമൃതലാൽ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സീൻ ആദ്യം എഴുതിയപ്പോൾ ഹിന്ദിയിലായിരുന്നു. അമൃതലാൽ ഒരു ഹിന്ദിക്കാരനായിരുന്നു. ഈ ഇന്റർപ്രിട്ടേഷൻസിന് സ്പേസ് കൊടുത്തിട്ട് അവസാനിപ്പിക്കുന്ന ഏത് തരം വാക്കുകളും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്.